മിഥുൻ്റെ മൃതദേഹം ആ, വാഹനത്തിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്ന നിമിഷമാണ്. സങ്കടകരമായ ഒരു നിമിഷത്തിലേക്കാണ് ചേതനയേറ്റ ശരീരവുമായി ഈ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് മിഥുൻ ഇനി പോകും. അവിടെ പൊതുദർശനം ഉണ്ടാകും. കൂടെ പഠിച്ചവരും ക്ലാസ്മേറ്റ്സുകളും കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ഇനി മിഥുനെ കാണാൻ പോവുകയാണ്. അവസാനത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ സ്കൂൾ വരാന്തയിലും സ്കൂളിലും ഇപ്പോൾ ആൾത്തിരക്കുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. മിഥുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര കൊടിക്കുന്നിൽ സുരേഷ്, കോവൂർ കുഞ്ഞുമോൻ MLA തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഈ മൃതദേഹം അല്പനിമിഷങ്ങൾക്കകം ആംബുലൻസിലേക്ക് മാറ്റും. ഈ ആംബുലൻസ് നേരെ സ്കൂളിലേക്കായിരിക്കും ശാസ്താംകോട്ടയിൽ നിന്ന് യാത്ര ചെയ്യുക. ശാസ്താംകോട്ടയിൽ നിന്ന് അത്ര ദൂരെയല്ല ഈ തേവലക്കര എന്ന് പറയുന്ന സ്ഥലം. അവിടേക്കായിരിക്കും. അവിടെ തേവലക്കരയിലെ ഈ ബോയ്സ് ഹൈസ്കൂളിലേക്കായിരിക്കും ഈ യാത്ര. ഒരുപക്ഷേ മിഥുൻ്റെ അന്ത്യയാത്ര കാണേണ്ടി വന്ന നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ ആൾക്കൂട്ടത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നു. സലീം മാലിക് നമുക്കൊപ്പം ചേരുകയാണ്. സലീം, എപ്പോഴായിരിക്കും ഈ ആംബുലൻസ് ഉടൻ തന്നെ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SK, അതെ, ഇതാ മിഥുന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കയറ്റിയാൽ, ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റിയാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് യാത്ര തിരിക്കും. ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണഗതിയിൽ മിഥുന് സ്കൂളുള്ള ദിവസമല്ല. പക്ഷേ മിഥുൻ അവന്റെ സ്കൂളിലേക്ക് ഇതാ അവസാനമായി ഒരിക്കൽ കൂടി പോകുന്നു എന്നുള്ള അങ്ങേയറ്റം വൈകാരികമായ, അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച അവധി ദിവസം വീട്ടിൽ കളിച്ച് വീട്ടിൽ അച്ഛനെയും അമ്മയെയും സഹായിക്കേണ്ട അതേ മിഥുനിത അവന്റെ സ്കൂളിലേക്ക്, അവന്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക്, അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അടുത്തേക്ക്, അവന്റെ അത്രയും പ്രിയപ്പെട്ട അധ്യാപകരുടെ അടുത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം, 2 ദിവസം മുൻപ് അവൻ ഉല്ലസിച്ച് കളിച്ചു ചിരിച്ചു പോയതുപോലെ അല്ല, ചേതനയേറ്റ ശരീരമായാണ് മിഥുൻ എന്ന പൊന്നുമോൻ, ഒരു 13 വയസ്സുകാരൻ അധികൃതരുടെ അനാസ്ഥയിൽ വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അല്പസമയത്തിനകം ഈ ആംബുലൻസ് തേവലക്കരയിലേക്ക് യാത്ര തിരിക്കും. തേവലക്കരയിൽ മിഥുൻ പഠിച്ച 8ാം ക്ലാസ്സുകാരനായ മിഥുൻ പഠിച്ച അതേ ക്ലാസ് മുറിയിലുള്ള കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാർ ഈ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടുകാർ മുഴുവനും, ഒരുപക്ഷെ ഈ ജന്മനാട്ടിലെ ആളുകളും ജനിച്ച സ്ഥലത്തുള്ള ആളുകളും ഒക്കെ തന്നെ ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. ഇന്ന് സലീം മാലിക് പറഞ്ഞ പോലെ അവിടെ അവധി ദിവസമാണെങ്കിൽ പോലും മിഥുനെ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. പൊതുപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു വാഹന വ്യൂഹത്തിന് മുന്നാലെ ആയിരിക്കും ഈ ആംബുലൻസ് തേവലക്കരയിലേക്ക് യാത്ര ചെയ്യുക. തേവലക്കര എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ഈ മിഥുൻ എന്ന് പറയുന്ന കുട്ടി പിറന്നു വീണത്. അവൻ സ്കൂളിലേക്ക് വളരെ സജീവമായി ഓടിക്കളിച്ച് നടന്ന ഒരു കുട്ടിയായിരുന്നു. ഒരാളിൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവൻ്റെ ജീവനെടുക്കുകയാണ് ഉണ്ടായത്. ഒരു നാടിൻ്റെ മുഴുവൻ വലിയ തീരാ ദുഃഖമായി അവൻ മാറിക്കഴിഞ്ഞു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരുപക്ഷെ ഈ അലംഭാവം ആർക്കും സംഭവിച്ചതാണെങ്കിലും ഒരാളിൻ്റെ ജീവനെടുത്തു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത്. കേരളത്തിലെ സ്കൂളുകൾക്കൊക്കെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന വൈദ്യുത കമ്പികളുണ്ടെങ്കിൽ അതൊക്കെ നീക്കാൻ ഒരുപക്ഷെ മിഥുൻ്റെ ഈ വിയോഗം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആംബുലൻസ് പതുക്കെ നീങ്ങി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കൊപ്പം കൊടിക്കുന്നിൽ സുരേഷും കോവൂർ കുഞ്ഞുമോൻ MLA തുടങ്ങിയ പൊതുപ്രവർത്തകരും നേതാക്കന്മാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ഇപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്നുള്ള ഈ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ശാസ്താംകോട്ടയിൽ നിന്ന് ആംബുലൻസ് ഈ തേവലക്കരയിലെ സ്കൂളിലേക്ക് തിരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. വലിയൊരു ജനാവലി ഈ ശാസ്താംകോട്ടയിൽ നിന്ന് മിഥുനെ യാത്രയാക്കാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്താംകോട്ടയിൽ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു കണ്ണീർ പാടമുണ്ടാക്കിയിട്ടാണ് മിഥുൻ്റെ ഈ ആംബുലൻസിലൂടെയുള്ള യാത്രയെന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു കുരുന്ന് ഒരു ഷൂ ഇടാൻ പോലും ആളുകളിൽ നിന്ന് പിരിവ് നടത്തുകയും എല്ലാ മാസവും 1-ാം തീയതി ഓരോ വീട്ടിൽ കയറി 1-ാം തീയതി ഇരിക്കുക എന്ന കർമ്മം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഒരു പോണിയിലിട്ട് ഒരു ഷൂ വാങ്ങണമെന്ന് ആഗ്രഹിച്ച കുഞ്ഞു സ്വപ്നങ്ങളുമായി വന്ന മിഥുനാണ് എന്നേക്കുമായി ഈ ലോകത്ത് ജീവിതം അവസാനിപ്പിച്ച് യാത്രയായത്. ഒരു വൈദ്യുത ഷോക്കിലെല്ലാം താറുമാറായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ശാസ്താംകോട്ടയിൽ നിന്ന് തേവലക്കരയിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ്. ആംബുലൻസിൽ ചേതനയേറ്റ മിഥുൻ്റെ മൃതദേഹം ഒരുപക്ഷെ അവൻ്റെ സഹപാഠികളും കൂട്ടുകാരും സ്കൂളിലെ അധ്യാപകരും ഒക്കെ കാണുമ്പോൾ ഈ നെഞ്ചു വളർത്തുന്ന ഈ രംഗം അവരെങ്ങനെ സഹിക്കും എന്നറിയില്ല. ഒരുപക്ഷേ അവൻ ഈ താൽക്കാലിക ഷെഡിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി ഈ വൈദ്യുത കമ്പിയിലേക്ക് ബാലൻസ് തെറ്റി പോയി കഴിഞ്ഞപ്പോൾ പിടിക്കാൻ ശ്രമിച്ചതിനൊക്കെ
സാക്ഷ്യം വഹിച്ച കൂട്ടുകാരും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ആ കൂട്ടുകാരൊക്കെ ഈ രംഗങ്ങൾക്ക് ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷേ ശാസ്താംകോട്ടയിൽ നിന്ന് അത്ര വലിയ ജനബാഹുല്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. നൂറുകണക്കിന് ജനങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ മിഥുനെ ശാസ്താംകോട്ടയിൽ നിന്ന് യാത്രയാക്കാൻ വേണ്ടി അവിടെ സന്നിഹിതരായിട്ടുണ്ട്.